ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും പ്രാർത്ഥനയോടെ. ഇന്നേ ദിവസം ഈശോയുടെ പീഡക അനുഭവത്തിൻ്റെ അടുത്ത് ഈശോയ്ക്ക് ഉണ്ടായ മനസ്സിൻ്റെ മനോഭാവങ്ങൾ ആണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. ഇത് എൻ്റെ ബുക്ക് എല്ലാം ദൈവമഹത്വത്തിനായി എന്നുള്ള ബുക്കിൽ നിന്നാണ് ഞാൻ ഇന്നേ ദിവസം ഇത് തിരഞ്ഞെടുത്ത് വായിക്കുന്നത്. മനുഷ്യപുത്രനായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രക്ഷകൻ്റെ പീഡകളിലേക്കാണ് ഞാൻ പോകുന്നത്. ഏറ്റവും കൈപ്പേറിയ അനുഭവങ്ങളാൽ എൻ്റെ മനുഷ്യത്വം ചവിട്ടി മെതിക്കപ്പെടാൻ പോകുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട്. അവ ഓരോ തലോടലുകൾ ആയിരിക്കും. അവ സ്നേഹത്തിൻ്റെ പ്രസ്താവനകളായിരിക്കും. മനുഷ്യവർഗം മുഴുവൻ പിശാചുക്കളാണെന്ന് പറയാതിരിക്കാൻ അത് തന്നെ സഹായിക്കും. എൻ്റെ കരങ്ങൾ നിനക്ക് ചുംബിക്കാം. ഒരു സഹോദരി എന്ന നിലയിൽ നിന്നെ ചുംബിക്കുന്നത് വർഗവ്യത്യാസം തടയുന്നു. എന്നാൽ ഒരു സഹോദരൻ എന്ന നിലയിൽ നിൻ്റെ ആത്മാവിനെ ഞാൻ ചുംബിക്കുന്നു എന്ന് ധരിച്ചുകൊള്ളുക. നിങ്ങളുടെ ആത്മാക്കൾ എനിക്കായി കാത്തിരിക്കട്ടെ. ഞാൻ വരും. നിങ്ങളുടെ ആത്മാക്കളോടും നിങ്ങളുടെ പ്രവർത്തനങ്ങളോടും കൂടെ ഞാൻ ഉണ്ടായിരിക്കും. തീർച്ചയായും ഞാൻ ഉണ്ടായിരിക്കും. കാരണം മനുഷ്യരോടുള്ള എൻ്റെ സ്നേഹനിമിത്തം എൻ്റെ ദൈവ സ്വഭാവം മർത്യമായ മനുഷ്യ ശരീരത്തിൽ മറച്ചു വെച്ചെങ്കിലും അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് അതിരുകൾ വയ്ക്കപ്പെട്ടിട്ടില്ല. അർഹിക്കുന്നവരുടെ അടുക്കലേക്ക് പോകാൻ ദൈവമെന്ന നിലയിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പിതാവേ, ഞാനൊരു മനുഷ്യനാണ്. ഞാൻ എല്ലാം സഹിക്കേണ്ടതാണെന്ന് എനിക്കറിയാം. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം എന്ന നിലയിൽ ഞാൻ അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യൻ എന്ന നിലയിലും എനിക്ക് അത് അറിയാം. കാരണം എൻ്റെ ദൈവിക അറിവിൽ എൻ്റെ മനുഷ്യത്വത്തെ അക്കാര്യം അറിയിക്കുന്നുണ്ട്. മനുഷ്യനെന്ന നിലയ്ക്ക് ലോകത്തിൻ്റെ നന്മയ്ക്കായി ഞാനത് ആവശ്യപ്പെടുന്നു. എന്നാൽ പിതാവേ, ഇത് എത്ര വേദനാജനകം. എൻ്റെയും അരൂപിയോടുകൂടെ മരുഭൂമിയിൽ ഞാൻ വസിച്ചതിനേക്കാൾ ഏറെ ദുഃഖപൂർണമാണ് ഈ സമയം. ഹീനനായ ഉപദ്രവിയായ യൂദാസിനെ സ്നേഹിക്കാതിരിക്കാൻ, എൻ്റെ കൂടെ കൊണ്ടു നടക്കാതിരിക്കാനുള്ള പ്രലോഭനം എത്ര ശക്തമാണ്. ആഴമായ ദുഃഖത്തിൽ എന്നെ മുക്കുന്നവൻ, തൃപ്തി ആവോളം എന്നെ കണ്ണീര് കുടിപ്പിക്കുന്നവൻ, ഞാൻ സമാധാനം നൽകിയ ആത്മാക്കളെ കഠിനമായി പീഡിപ്പിക്കുന്നവൻ. പിതാവേ, ഞാനത് കാണുന്നുണ്ട്. മനുഷ്യകുലത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന പരിഹാരത്തിൻ്റെ അന്ത്യത്തോട് ഞാൻ അടുക്കുമ്പോൾ നീ കൂടുതൽ കാരുണ്യമുള്ളവനായി തീരുകയാണ്. നിന്റെ കാരുണ്യം എന്നിൽ നിന്ന് അകന്നു പോകുന്നു. എൻ്റെ അരൂപിയുടെ നേർക്ക് നിന്റെ മുഖം കൂടുതൽ കാർക്കശ്യം കാണിക്കുന്നു. എൻ്റെ അരൂപി തളർന്ന് ആഴത്തിലേക്ക് താഴുകയാണ്. അഗാധത്തിൽ നിന്റെ ശിക്ഷയേറ്റ് മനുഷ്യരാശി യുഗങ്ങളായി വിലപിച്ചു കഴിയുന്നു. സഹായിക്കുന്നത് സന്തോഷകരമായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ പാത ആനന്ദകരമായിരുന്നു. ആ ഒരു തച്ചൻ്റെ മകൻ എന്ന നിലയിൽ നിന്ന് ലോകത്തിൻ്റെ ഗുരു എന്ന നിലയിലേക്ക് ഞാൻ മാറിയപ്പോഴും അത് സന്തോഷപ്രദമായിരുന്നു. വീണുപോയ മനുഷ്യനെ നിന്നെ നൽകാൻ, നിന്നെ കൊടുക്കാനായി അമ്മയിൽ നിന്ന് തന്നെ മാറ്റിയപ്പോഴും അത് സന്തോഷപ്രദമായിരുന്നു. മരുഭൂമിയിൽ പിശാചുമായി ഉണ്ടായ സംഘർഷം ഇപ്പോഴത്തേതിനോട് തുലനം ചെയ്യുമ്പോൾ ആനന്ദപ്രദമായിരുന്നു.
ഒരു വീരൻ്റെ ശക്തിയോടെ അവനെ ഞാൻ നേരിട്ടു. ഓ പിതാവേ, വളരെയധികം ആളുകളുടെ നിസ്സംഗത നിമിത്തവും വളരെയേറെ കാര്യങ്ങൾ ഞാൻ അറിയുന്നതിനാലും എൻ്റെ ശക്തി ഭാരപ്പെട്ടിരിക്കുകയാണ്. അന്ന് പരീക്ഷ കഴിയുമ്പോൾ പിശാച് പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. അവൻ പോവുകയും ചെയ്തു. നിന്റെ മകൻ ഒരു മനുഷ്യനായി തീർന്നതിനാൽ പരീക്ഷയ്ക്ക് വിധേയനാകേണ്ടതായി വന്നു. നിന്റെ പുത്രനെ ആശ്വസിപ്പിക്കാൻ ദൈവദൂതന്മാർ വന്നു. എന്നാൽ ഇപ്പോൾ ഈ മണിക്കൂർ കഴിയുമ്പോൾ പരീക്ഷ അവസാനിക്കുകയില്ല. സ്നേഹിതൻ അടുത്തായിരിക്കുമ്പോഴും അങ്ങനെ ആയിരിക്കുമ്പോഴും ഉപദ്രവിക്കുന്ന കപട സ്നേഹിതൻ ഇത് തുടർന്ന് സഹിക്കേണ്ടത് വന്നിരിക്കുന്നു. ഇത് അവസാനിക്കുകയില്ല. നിന്റെ മാലാഖമാർ എന്നെ ആശ്വസിപ്പിക്കാൻ ഈ മണിക്കൂറിലും ഇത് കഴിഞ്ഞ് വരികയില്ല. എന്നാൽ ലോകം അതിൻ്റെ സകല വിദ്വേഷത്തോടും പരിഹാസത്തോടും ധാരണയില്ലായ്മയോടും കൂടെ വരും. സാത്താന് തന്നെ വിറ്റ് വഞ്ചകൻ വരും. കപടനാട്യക്കാരനായ അവൻ കൂടുതൽ കൂടുതൽ പീഡകനും ഹീനനുമായി വർത്തിക്കും. പിതാവേ, ഇത് യഥാർത്ഥമായ വേദനയുടെയും ഭയത്തിൻ്റെയും സഹായ അഭ്യർത്ഥനയുടെയും ഒരു കരച്ചിലാണ്. ഈശോ അസ്വസ്ഥനായിരിക്കുന്നു. ഇത് ഗത്മേനിയിലെ മണിക്കൂറാണ് എന്നെ അനുസ്മരിപ്പിക്കുന്നത്. എനിക്കറിയാം. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഇവരെ സ്നേഹിക്കുന്നു, ഇനിയും സഹിക്കും. അവൻ്റെ മാനസാന്തരത്തിനും എൻ്റെ കാര്യങ്ങളിൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ടവർക്ക് വേണ്ടിയും അവർ തകർന്ന ഹൃദയങ്ങളോടെയാണ് അവർക്ക് നിശ്ചയിച്ചിരിക്കുന്നിടത്തേക്ക് പോകുന്നത്. എൻ്റെ സഹനം നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ സമയത്ത് അവൻ എന്നേക്കാൾ വലുതാകുന്നതിനായി സ്വയം വിൽക്കുന്നു. മനുഷ്യപുത്രനായ എന്നേക്കാൾ ഞാൻ മനുഷ്യപുത്രനായ എന്നേക്കാൾ ഞാൻ മനുഷ്യപുത്രനാണെന്ന്. അതെ, ഞാനാണ്. അങ്ങനെയല്ലേ? ഞാൻ മനുഷ്യപുത്രൻ അല്ലേ? അതെ. എന്നാൽ ഞാൻ ഒരാൾ മാത്രമല്ല. സാന്ത്വന സമൃദ്ധി ഉണ്ടായിരുന്ന ഹവ്വായിൽ നിന്ന് മനുഷ്യ മക്കൾ ജനിച്ചു. മനുഷ്യജാതിക്ക് മക്കൾ ഉണ്ടായി. ഞാൻ നിഷ്കളങ്കനായ ആബേലാണെങ്കിലും മനുഷ്യമക്കളുടെ ഇടയിൽ ഇല്ലാതെ വരികയില്ല. ഞാൻ ആദിജാതനാണ്. കാരണം അങ്ങയുടെ തൃക്കണ്ണുകളിൽ മനുഷ്യപുത്രൻ കളങ്കമില്ലാത്തവൻ ആയിരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ കളങ്കമില്ലാത്തവൻ ഞാൻ മാത്രമാണ്. വിഷക്കനി ഭക്ഷിച്ചതിന് ശേഷം മനുഷ്യൻ എന്തായി തീരുന്നുവോ അവരിൽ നിന്ന് പാപത്തിൽ ജനിച്ചവരിൽ ഒന്നാമൻ അവനാണ്. അവനിൽ ഇപ്പോൾ ഉള്ളത് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ദൈവദ്രോഹത്തിനു വേണ്ടിയുള്ള കാപഢ്യം, വൈരാഗ്യം, സ്നേഹത്തോടെ എതിർപ്പ്, രക്തത്തിനായുള്ള ദാഹം, പണത്തിനു വേണ്ടിയുള്ള അത്യാഗ്രഹം, അഹങ്കാരം, ജഡികാശക്തി ഇവയെല്ലാമാണ് ലെവൽ ഇല്ലാതെ പിശാചാകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ. ലൂസിഫറിനും ദൈവത്തെപ്പോലെ ആകണമായിരുന്നു. തന്നിമിത്തം പറുദീസയിൽ നിന്ന് അവൻ പുറന്തള്ളപ്പെട്ടു. അവൻ പിശാചായി തീർന്നു, നരകത്തിൽ വസിച്ചു. എങ്കിലും പിതാവേ, ഓ പിതാവേ, ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നു. അവൻ ഒരു മനുഷ്യനാണ്. ആർക്കു വേണ്ടി നിന്നെ ഞാൻ പോകുന്നു? അവരിൽ ഒരുവനാണ് അവൻ. എൻ്റെ എളിമപ്പെടുത്തലുകൾ നിമിത്തം അവനെ രക്ഷിക്കുക. അത്യുന്നതനായ കർത്താവേ, അവനെ രക്ഷിക്കുവാൻ എന്നെ അനുവദിക്കുക. ഈ പരിഹാരം മറ്റാർക്ക് വേണ്ടി എന്നതിനേക്കാൾ അവന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഓ, എനിക്ക് എല്ലാം അറിയാവുന്നതിനാൽ എൻ്റെ ഈ പ്രാർത്ഥനയുടെ പൊരുത്തക്കേട് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും പിതാവേ, ഒരു നിമിഷത്തേക്ക് എന്നെ നിൻ്റെ വചനമായി കണക്കാക്കരുത്. നീതിമാനായ എൻ്റെ മനുഷ്യത്വത്തെ മാത്രം നീ നോക്കണമേ. ഒരു നിമിഷത്തേക്ക് ഞാൻ നിൻ്റെ കൃപാവരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യൻ മാത്രമായിരിക്കട്ടെ. ഭാവി അറിയാത്ത മനുഷ്യൻ, മാറ്റമില്ലാത്ത വിധിയെക്കുറിച്ച് അറിയാതെ പരിപൂർണ പ്രത്യാശയോടെ ഒരു അത്ഭുതം നിന്നിൽ നിന്ന് ലഭിക്കാനായി നേടിയെടുക്കാനായി പരിശ്രമിക്കുന്ന ഒരു മനുഷ്യൻ ഞാനായി തീരട്ടെ. ഒരു അത്ഭുതം, നസ്രത്തിലെ ഈശോയ്ക്ക് വേണ്ടിയ ഒരു അത്ഭുതം, തീരുമാനിക്കപ്പെട്ടിരിക്കുന്നതിനെ റദ്ദാക്കിക്കൊണ്ടുള്ള
തീരുമാനത്തിന് ലംഘനം വരുത്തിക്കൊണ്ടുള്ള ഒരു അത്ഭുതം. യൂദാസിൻ്റെ രക്ഷ, അവൻ എൻ്റെ സമീപം ജീവിച്ചു. എൻ്റെ വചനങ്ങൾ അവൻ പാനം ചെയ്തു. എൻ്റെ ഭക്ഷണത്തിൽ പങ്കുകൊണ്ടു. എൻ്റെ മാറിടത്തിൽ അവൻ ഉറങ്ങി. അരുത്, അവൻ എനിക്ക് സാത്താനായി തീരാൻ. ആരും എന്നെ ഒറ്റിക്കൊടുക്കരുത് എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് സംഭവിക്കണം. അത് സംഭവിക്കുകയും ചെയ്യും. ഒറ്റിക്കൊടുക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വ്യതയിൽ എല്ലാ കാപട്യങ്ങളും റദ്ദാക്കപ്പെടും. ഞാൻ വിൽക്കപ്പെടുന്നതിൽ അനുഭവിക്കുന്ന വ്യത നിമിത്തം എല്ലാ ദ്രവ്യാഗ്രഹത്തിനും പരിഹാരമാകും. എൻ്റെ മേൽ ശാപവാക്കുകൾ വർഷിക്കുന്നതിനാൽ ഞാൻ അനുഭവിക്കുന്ന വേദന എല്ലാം ദൈവദൂഷണങ്ങൾക്കും പ്രാശ്ചിത്തം ആകും. എന്നെ വിശ്വസിക്കാതിരിക്കുന്നതിനാൽ ഞാൻ അനുഭവിച്ച വേദാനിമിത്തം ഇപ്പോൾ വിശ്വസിക്കാത്തവർക്കും വിശ്വാസമില്ലാത്ത ഭാവി ജനങ്ങൾക്കും വിശ്വാസം ലഭിക്കാൻ ഇടയാകും. മാംസത്തിനെതിരെ എല്ലാ പാപങ്ങളും ഞാൻ ഏൽക്കുന്ന ചമ്മട്ടിയടികൾ കൊണ്ട് ശുദ്ധമാക്കപ്പെടും. എങ്കിലും ഞാൻ നിന്നോട് യാചിക്കുന്നു, അവൻ വേണ്ട. യൂദാസിൻ്റെ സ്നേഹിതൻ, എൻ്റെ അപ്പോസ്തലൻ. എൻ്റെ അപ്പോസ്തലൻ ഒരുത്തനും ഒറ്റുകാരനാകരുതെന്ന് എൻ്റെ ആഗ്രഹം. ഒരുത്തരും ലോകത്തിൻ്റെ അങ്ങകലെയുള്ള മഞ്ഞുറഞ്ഞു കിടക്കുന്ന മേഖലകളിലോ അത്യുഷ്ണ മേഖലകളിലോ ജീവിക്കുന്ന ഒരുവൻ പോലും അത് ചെയ്യരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ തന്നെ എൻ്റെ ബലി കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കഴിഞ്ഞ കാലങ്ങളിൽ ദഹനബലിക്കുള്ള വസ്തുക്കളിന്മേൽ നിൻ്റെ ജ്വാല ഇറക്കി അവയെ ദഹിപ്പിച്ചതുപോലെ എന്നെ ബലിയർപ്പിക്കുക. എന്നാൽ ഞാൻ മനുഷ്യകരത്തിലാണ് മരിക്കേണ്ടത്. എന്നാലും പിതാവേ, ഞാൻ സ്നേഹിതൻ എന്ന് വിളിക്കുകയും അതുപോലെ സ്നേഹിക്കുകയും ചെയ്ത യൂദാസ് എൻ്റെ ഒറ്റുകാരനാകാൻ അനുവദിക്കരുത്. വഞ്ചകനായ സ്നേഹിതൻ സാക്ഷാൽ ആരാച്ചാരയേക്കാൾ കൂടുതൽ മൃഗീയനായ ആരാച്ചാരായിരിക്കും. ചീഞ്ഞുനാറുന്ന വഞ്ചകൻ, അവൻ്റെ ഉള്ളിൽ സാത്താൻ്റെ ദുർഗന്ധമുണ്ടായിരിക്കും. ശക്തിയിൽ എന്നെപ്പോലെ ആകാൻ അവൻ ഇപ്പോഴേ ശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. അവൻ്റെ അഹങ്കാരവും ജഡികാശക്തിയും നിമിത്തം എന്നെപ്പോലെ ആഗ്രഹം. പിതാവേ, എൻ്റെ പീഡനങ്ങൾ വർദ്ധിപ്പിച്ചുകൊള്ളുക. എന്നാൽ യൂദാസിൻ്റെ ആത്മാവിനെ എനിക്ക് തരൂ. ബലിക്കുള്ള വ്യക്തിയായ എൻ്റെ ബലിവേദിയിൽ ഈ പ്രാർത്ഥന ഞാൻ വയ്ക്കുന്നു. പിതാവേ, ഇത് സ്വീകരിക്കണമേ. സ്വർഗം അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരുത്തനും ഇല്ല. ഇതാണോ എൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഏറ്റവും വലിയ പീഡനം? പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഹിതം നിറവേറപ്പെടട്ടെ. എന്നാൽ എൻ്റെ സഹനം നിമിത്തം ഇക്കാര്യമെങ്കിലും എനിക്ക് സാധിച്ചു തരിക. യൂദാസിനാൽ രക്തസാക്ഷിയാക്കപ്പെടുന്ന മറ്റേ ആളിനെ, എൻഡോറിലെ ജോണിന് സമാധാനവും ആശ്വാസവും നൽകുക പിതാവേ. അവൻ മറ്റനേകരാൽ ഭേദമാണ്. വളരെ ചുരുക്കം പേർ മാത്രം എത്തുന്ന ദൂരം ആധ്യാത്മിക യാത്രയിൽ അയാൾ എത്തിയിട്ടുണ്ട്. രക്ഷ അയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ പൂർത്തിയായിട്ടുണ്ട്. അതിനാൽ അവനെ നിൻ്റെ പൂർണ്ണ സമാധാനം മുഴുവനായി കൊടുക്കുക. ഞാൻ എൻ്റെ മഹത്വത്തിൽ ആയിരിക്കുമ്പോൾ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കാൻ, എല്ലാം നിൻ്റെ ബഹുമാനത്തിനും നിന്നോടുള്ള അനുസരണത്തിനും വേണ്ടി എന്നിലും പൂർത്തിയായി കഴിയുമ്പോൾ അവൻ എന്നോടുകൂടെ ആയിരിക്കാൻ അവനെ നിൻ്റെ സമാധാനം നൽകണമേ. ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളായി. ഈശോയുടെ അവസാന നിമിഷങ്ങളിൽ ഈശോ പിതാവിനോട് മനം നൊന്ത് പ്രാർത്ഥിക്കുന്ന സന്ദേശങ്ങളാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ വെച്ചിട്ടുള്ളത്. എൻ്റെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറങ്ങാൻ പോകുന്ന എല്ലാം ദൈവമഹത്വത്തിനായി എന്നുള്ള ബുക്ക് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ എഴുതിയ ഒരു ഭാഗമാണ്.
ഇന്ന് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളായി ഞാൻ വായിച്ചത്. എല്ലാവർക്കും നല്ലതിനായി ഇന്ന ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എൻ്റെ ഒരു കൊച്ചുപാട്ട്. അനുകരിക്കാൻ എന്നെ അനുഗമിക്കാൻ അഭിലഷിച്ചിടുന്നോരേ, പരിത്യജിച്ചിടുവിൻ സ്വയം നിങ്ങൾ അനുദിനം, കുരിശെടുത്തൻ പിൻപേ നടന്നിടുവിൻ. പാരിലെ സമ്പത്ത് സകലതുമൊരുവന് കരഗതമാകിലും എന്തു നേട്ടം? നരകത്തിനെരിതിയിൽ തന്നാത്മം ദഹിക്കുമ്പോൾ ഉപകരിച്ചിടുകിൽ ലവയിലേതും. അനുകരിക്കാൻ എന്നെ അനുഗമിക്കാൻ കാൽവരി മല ഞാൻ കയറിയില്ലേ, കുരിശു ചുമന്നു ഞാൻ തൂങ്ങിയില്ലേ, കുരിശു ചുമന്നു ഞാൻ നീങ്ങിയില്ലേ, കാരുരുമ്പാണിയിൽ തൂങ്ങിയില്ലേ, എൻ്റെ പ്രാണൻ നിനക്കായി നൽകിയില്ലേ. അനുകരിക്കാൻ എന്നെ അനുഗമിക്കാൻ കുരുടർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും ആടിമയ്ക്ക് വിടുതലും ഉദ്ഘോഷിക്കാൻ അഗതിക്ക് സുവിശേഷ നിധി നൽകാൻ എൻ താതൻ അഭിഷേചിച്ചയച്ചെന്നെ ഈ മണ്ണിൽ. അനുകരിക്കാൻ എന്നെ അനുഗമിക്കാൻ. എല്ലാവർക്കും കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ. നല്ലതിനു വേണ്ടി എല്ലാവരും ദൈവമഹത്വത്തിനുമായിട്ടുള്ള ഉപകരണങ്ങളായി മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം എല്ലാവരിലും നിറഞ്ഞു കവിയാൻ വേണ്ടിയും ഇന്നേ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ.